നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. സ്ത്രീകളെ പറ്റിച്ച് പണം തട്ടിയ കേസിൽ പ്രവാസി അറസ്റ്റിൽ. ഹവലി ഗവൺമെന്റ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് ഒരു പ്രവാസി തട്ടിപ്പുകാരനെ പിടികൂടിയത്. ഇയാളുടെ തട്ടിപ്പ് രീതി കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു. വാട്സപ്പ് വഴി പേരുകേട്ട ബ്രാൻഡഡ് ഹാൻഡ് ബാഗുകളുടെ ആകർഷകമായ ഫോട്ടോകൾ അയക്കുകയും പ്രത്യേക കിഴിവുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. പണം ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴി കൈക്കലാക്കിയ ശേഷം വ്യാജ ഉൽപ്പന്നങ്ങൾ നൽകി മുങ്ങിയായിരുന്നു പ്രതിയുടെ പതിവ്. ഇൻഡിഗോ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഗൾഫ് മേഖലയിലെ യാത്രക്കാരെയും സാരമായി ബാധിച്ചു. ആഭ്യന്തര വ്യോമയാന മേഖലയിൽ ഇൻഡിഗോയുടെ സർവീസുകൾ താറുമാറായതോടെ മറ്റു വിമാന കമ്പനികൾ ഡിമാൻഡ് വർദ്ധിച്ചത് ചൂണ്ടിക്കാട്ടി ടിക്കറ്റ് നിരക്കുകളിൽ വലിയ വർധനവ് വരുത്തി. യുഎയിലെ അബുദാബി, ദുബായ്, റാസൽ ഖൈമ, ഫുജീറ എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നായി ആകെ 40 ഇൻഡിഗോ വിമാനങ്ങളാണ് ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് പറക്കുന്നത്. ഒമാനിൽ യുവാക്കളിൽ HIV കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി ഒമാനി പൗരന്മാരിൽ വർഷത്തിൽ 140-ലധികം പുതിയ കേസുകൾ കണ്ടെത്തിയതായി UNFPA അറിയിച്ചു. 25 മുതൽ 34 വരെ പ്രായമുള്ളവരിലാണ് കേസ് വർധനവ് രേഖപ്പെടുത്തിയത്. ഏറെ പേർ വൈകിയ ഘട്ടത്തിലാണ് രോഗനിർണയം നടത്തുന്നത്. ഇത് രോഗത്തിന്റെ സങ്കീർണ സാധ്യതയും അറിഞ്ഞോ അറിയാതെയോ വൈറസ് പകരാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. യുഎയിലെ മലയാളം FM റേഡിയോയുടെ ഭാഗമായിരുന്ന സനൽ പോറ്റിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് യുഎയിലെ മലയാളി പ്രവാസി സമൂഹം. പ്രശസ്ത മാധ്യമ പ്രവർത്തകനും TV അവതാരകനും മുൻ റേഡിയോ അവതാരകനുമായിരുന്ന സനൽ പോറ്റി ഡിസംബർ 2 കൊച്ചിയിലെ ആശുപത്രിയിൽ വെച്ചാണ് മരണമടയുന്നത്. യുഎയിൽ FM ബാൻഡിൽ ആദ്യമായി മലയാളം പ്രോഗ്രാമിംഗ് അവതരിപ്പിച്ച റേഡിയോ സ്റ്റേഷനിലെ മുഖമായിരുന്നു സനൽ പോറ്റി. ഹലോ FM എന്ന് പറഞ്ഞ് അദ്ദേഹം കോളുകൾ സ്വീകരിച്ചിരുന്ന രീതി പ്രവാസികൾക്ക് മറക്കാനാവാത്ത അനുഭവമായിരുന്നു. കുവൈറ്റിലെ സാദ് അൽ അബ്ദുള്ള പ്രദേശത്ത് കത്തി ഉപയോഗിച്ചൊരു കുവൈറ്റ് പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ സ്വദേശിയെ പബ്ലിക് പ്രോസിക്യൂഷൻ തടങ്കലിൽ വെക്കാൻ ഉത്തരവിട്ടു. കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രോസിക്യൂഷൻ നേരിട്ടെത്തി മൃതദേഹം പരിശോധിച്ചു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ക്രിമിനൽ എവിഡൻസ്, ഫോറൻസിക് മെഡിസിൻ വിഭാഗങ്ങളെ വിളിച്ചു വരുത്തി. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനായി അന്വേഷണം ഊർജിതമായി തുടരുകയാണെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിൽ ഈ വർഷത്തെ 2% സ്വദേശിവൽക്കരണം ഈ മാസം 31-നുള്ളിൽ പൂർത്തിയാക്കണമെന്ന് UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ഡിസംബർ 30-നുള്ളിൽ സ്വദേശികളെ ജോലിക്കെടുക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്ക് 96,000 ദിർഹം പിഴ ചുമത്തും. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ലഭിച്ച പൊതു അവധിയിൽ റാസൽ ഖൈമയിലെ മലനിരകളിൽ വെവ്വേറെ അപകടങ്ങളിൽപ്പെട്ട 3 പേരെ പോലീസ് രക്ഷപ്പെടുത്തി. മലകയറ്റക്കാർക്കും സന്ദർശകർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റാസൽ ഖൈമ പോലീസിന്റെ എയർ വിംഗ് വിഭാഗമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. വാദിയിൽ ബൈഹിൽ മല കയറുന്നതിനിടെ കടുത്ത ക്ഷീണത്തെ തുടർന്ന് കുടുങ്ങിപ്പോയ 3 അറബ് വിനോദസഞ്ചാരികളെയാണ് പോലീസ് രക്ഷിച്ചത്. ഒമാനിൽ ഇന്നും നാളെയും മുസന്തം ഗവൺമെന്റ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ്. ചിലപ്പോൾ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. സുൽത്താനേറ്റിലെ മിക്ക ഗവൺമെന്റുകളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായി തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഒമാനിലെ ഖാബൂറയിൽ കാർ അപകടത്തിൽപ്പെട്ട് മലയാളി യുവാവ് മരിച്ചു. കോഴിക്കോട് കുറ്റ്യാടി പാലേരി ചെറിയ കുമ്പളം വാഴയിൽ അസർ ഹമീദാണ് മരിച്ചത്. അസർ സഞ്ചരിച്ച കാർ ഖാബൂറിൽ വെച്ച് ഡിവൈഡറിലിടിച്ചാണ് അപകടമുണ്ടായത്. വ്യാഴാഴ്ച വൈകിട്ട് ബിസിനസ് ആവശ്യത്തിന് സുഹാറിൽ നിന്ന് മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഖത്തറിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്താനുള്ള ശ്രമം തടഞ്ഞ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ. 4.7 കിലോഗ്രാം കഞ്ചാവാണ് യാത്രക്കാരിൽ നിന്നും പിടികൂടിയത്. ഖത്തറിലെത്തിയ ഒരു യാത്രക്കാരന്റെ ലഗേജ് പരിശോധിക്കുന്നതിനിടെ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ അത്യാധുനിക സ്ക്രീനിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്തുകയായിരുന്നു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.